മഹാനായ KT ജലീലിൻ്റെ സ്ഥിതി ആലോചിച്ചു. ജലീലിനെ പോലെ ഇത്ര സത്യസന്ധനായ സുമുഖനായ ഓട്ടെ മുഖ്യമന്ത്രി തിരുവോണത്തിന് പായസം കൊടുത്തയച്ചത് വേറെ ഏതെങ്കിലും ഒരാളുണ്ടോ? ഈ കാരാട്ട് റസാക്ക് മുൻ MLA യുടെ സ്ഥിതി എന്താണ്? ആരൊക്കെയാണ് ഇതിൻ്റെ ഇടനിലക്കാർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളും മുഖ്യമന്ത്രി പറയാത്തത് കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. ADGP അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ഹവാല ഇടപാടുമായിട്ടും ബന്ധമുള്ള ആളുകളുമായിട്ട് അടുപ്പമുണ്ട്, തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അജിത് കുമാർ പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ക്രുദ്ധനായി. നമസ്കാരം. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ കാര്യ വിശകലനങ്ങളുമെല്ലാം എല്ലാവർക്കുമേറെ സ്വീകാര്യമാണ്. കാരണം അദ്ദേഹം കുറിക്കുകൊള്ളുന്ന നർമ്മബോധത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കാറുള്ളത്, വിശകലനം ചെയ്യാറുള്ളത്. ഇപ്പോഴിതാ അൻവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് P ശശിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ പറയുക എന്നുള്ളത് നേരെ ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്താണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? പക്ഷേ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞതോടുകൂടി അൻവറിനെ പൂർണ്ണമായും പുറത്തു നിർത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അതായത് ശശിയെ സംരക്ഷിക്കാതെ മറ്റൊരു കാര്യങ്ങളും ചെയ്യുകയില്ല എന്നുള്ളത് പുറം ലോകത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇത് ശരിയല്ല, ഈ നടപടി ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ജയശങ്കർ പറയുന്നത്. അതായത് ഇതുവരെ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന, പിണറായിക്കെതിരെ അൻവറിനെ ഇറക്കിയ എല്ലാവരും തന്നെ പുറകോട്ട് പോവുകയും അൻവർ ശശിയാവുകയും ചെയ്തിട്ടുള്ള സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, താൻ കള്ളനെന്നു വിളിച്ചില്ലേ എന്നൊരു കവിതയുണ്ട് പ്രൊഫസർ അയ്യപ്പ പണിക്കരുടേതായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ എനിക്ക് വലിയ മനസ്താപമുണ്ടായി. ആ സമയത്ത് ഞാൻ മാതൃഭൂമി ചാനലിൽ ഉണ്ടായിരുന്നു. മുഖ്യൻ എന്തൊക്കെയാണ് പറഞ്ഞു, 1.25 മണിക്കൂർ പുള്ളി ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അവസാനം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് പ്രധാനമായിട്ട് അറിയേണ്ടിയിരുന്നത് തൃശ്ശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചും അതുപോലെ PV അൻവർ MLA അഡീഷണൽ DGP അജിത് കുമാറിനെതിരായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ട് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചിട്ടൊക്കെയായിരുന്നു. മുഖ്യമന്ത്രി എല്ലാത്തിനും മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, പല വിധത്തിലുള്ള ദുസൂചനകൾ അതിൻ്റെ അകത്ത് കുത്തിച്ചെലുത്താനും മറന്നില്ല. അദ്ദേഹം അൻവർ ചെയ്തത് തെറ്റായിപ്പോയി, ഒരു MLA എന്നുള്ള നിലയ്ക്ക് ചെയ്തത് തെറ്റായിപ്പോയി, ഫോൺ റെക്കോർഡ് ചെയ്തത് തെറ്റായിപ്പോയി, ഒരു പാർട്ടിക്കാരൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യം ആ പാർട്ടിയുടെ ബ്രാഞ്ചിൽ കൊടുക്കണം, പിന്നെ ലോക്കലിൽ കൊടുക്കണം, ഏരിയയിൽ കൊടുക്കണം, ഏരിയ കമ്മിറ്റി കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റി, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി, അതല്ല വേറെ എന്തെങ്കിലും പരാതിയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയായ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കൊടുക്കണം. അതിന് പകരം ആദ്യം തന്നെ പത്രസമ്മേളനം നടത്തിയത് തെറ്റായിപ്പോയി. അത് പത്രസമ്മേളനം നടത്തരുത് എന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. മറ്റൊരാൾ വഴിക്ക് പറഞ്ഞയച്ചപ്പോൾ ഇദ്ദേഹം ഗൗനിച്ചില്ല, പിന്നെയും പത്രസമ്മേളനം നടത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിട്ട് വന്ന് കണ്ടു, അതിനുശേഷം പിന്നെയും പത്രസമ്മേളനം നടത്തി. ഇങ്ങനെ നിരന്തരമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതുകൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം കേരളത്തിലെ ക്രമസമാധാന പരിപാലന രംഗത്ത്, പ്രത്യേകിച്ച് ഈ കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതിൽ കഴിഞ്ഞ കാലത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഉപന്യസിച്ചു. മൊത്തം ഇത്ര കിലോ സ്വർണം പിടിച്ചു, ഈ വർഷം ഇത്ര പിടിച്ചു, കഴിഞ്ഞ വർഷം ഇത്ര പിടിച്ചു, കഴിഞ്ഞിട്ട് മുമ്പത്തെ വർഷം ഇത്ര പിടിച്ചു, അതിലൊരു പ്രത്യേക ജില്ലയിൽ പിടിച്ചത് ഇത്രയാണ്. അത് തന്നെ ഒരു ശരിയല്ലാത്ത രീതിയാണ്. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ മാത്രം പറഞ്ഞു, ബാക്കി 13 ജില്ലയിൽ പറഞ്ഞില്ല. അതിൽ തന്നെ ഒരു വിവേചനമുണ്ട്, അതിൽ തന്നെ മറ്റ് പല ദുസ്സൂചനകളും അടങ്ങിയിരിക്കുന്നു. അതൊരു മുഖ്യമന്ത്രിക്ക് ചേർന്ന വർത്തമാനമായിരുന്നില്ല. എന്തുവാട്ടെ, ഒരു ജില്ലയിൽ ഇത്ര കിലോ സ്വർണം പിടിച്ചു, അതുകൂടാതെ ഇത്ര ഹവാല പണം പിടിച്ചു, ഈ വർഷം ഇത്ര പിടിച്ചു, കഴിഞ്ഞ വർഷം ഇത്ര പിടിച്ചു, കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇത്ര പിടിച്ചു, അതും ഈ പ്രത്യേക ജില്ലയിൽ ഇത്രയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് ജില്ലകളിലെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഹവാല ഇടപാട് നടക്കുന്ന മുഴുവൻ ഒരു ജില്ലയിലാണ്, കള്ളക്കടത്ത് സ്വർണം വരുന്ന മുഴുവൻ ഒരു ജില്ലയിലാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, കരിപ്പൂർ വിമാനത്താവളം മുഖേന ഇതുപോലെയുള്ള പല കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെ പോലീസ് പിടികൂടുന്നുണ്ട്, പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പിടികൂടുന്ന ഉദ്യോഗസ്ഥരെ ബലി കഴിക്കാൻ തയ്യാറല്ല. അങ്ങനെ ചെയ്താൽ പോലീസിൻ്റെ മനോവീര്യം തകരും എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. ഞാനതാണ് പറഞ്ഞത്, വെറും ഒരു മോഷ്ടാവായവരെ കള്ളനെന്ന് വിളിച്ചില്ല എന്നുള്ള പ്രശ്നം വരുന്നത് ഇവിടെയാണ്. ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. എന്താണ് ഈ തട്ടിപ്പുകാർക്ക് ഓശാന പാടുന്ന ആളാണോ PV അൻവർ? PV അൻവർ പോട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മഹാനായ KT ജലീലിൻ്റെ സ്ഥിതി ആലോചിച്ചു. ജലീലിനെ പോലെ ഇത്ര സത്യസന്ധനായ സുമുഖനായ പോട്ടെ, മുഖ്യമന്ത്രി തിരുവോണത്തിന് പായസം കൊടുത്ത് അയച്ചത് വേറെ ഏതെങ്കിലും ഒരാളുണ്ടോ? ആ മാന്യ അദ്ദേഹത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ത് അദ്ദേഹത്തിൻ്റെ കൂടി ജില്ലയിൽ ഹവാല ഇടപാടുകൾ നടക്കും, അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്ത് സ്വർണം പ്രവഹിക്കുന്നു, അത് പിടിക്കുന്ന പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു, അവരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ടാവും. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാരാട്ട് റസാക്ക് മുൻ MLA സ്ഥിതി എന്താണ്? അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെ? അല്ലെങ്കിൽ ഇപ്പോൾ വിവാദത്തിലൊന്നും പെടാത്ത വേറൊരു MLA ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാലോചിച്ചാൽ കാര്യം മനസ്സിലാവും. ഒരു കള്ളക്കടത്ത് സ്വർണ്ണം എങ്ങനെയാണ് വരുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഇടനിലക്കാർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളും മുഖ്യമന്ത്രി പറയാത്തത് കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഗുലുമാലുകളും പുള്ളി ഒപ്പിച്ചു. ഈ മാധ്യമപ്രവർത്തകരാണെങ്കിൽ ഇതിനൊക്കെ ചോദിച്ച് ഇദ്ദേഹത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ പാകത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതാണ് അതിൻ്റെ കൗതുകരമായിട്ടുള്ള വശം. മുഖ്യമന്ത്രി തുടങ്ങിയത് തന്നെ മാധ്യമങ്ങളെ ചളക്കിക്കൊണ്ടാണ്. എങ്കിൽ പോലും മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാക്കയും പൊത്തി നിന്ന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പാകത്തിനുള്ള ലളിതമായ ഉത്തരങ്ങൾ പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം അതൊക്കെ കൃത്യമായിട്ട് കണക്കാക്കി. ഈ ക്രിക്കറ്റ് കളിയിൽ ലൂസ് ബോൾ വരുമ്പോൾ അട്ടിക്കുണ്ട്, അങ്ങനത്തെ ഭീകരമായ ബാറ്റിംഗ് ഗംഭീരമാണ്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുസ്സൂചനകൾ ഈ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള പരാതി. ഇനിയിപ്പോൾ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, ഹവാല ഇടപാട് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അതും അൻവറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്താ ബന്ധമുള്ളത്? അൻവർ ഇങ്ങനെയുള്ള ആരെങ്കിലും പിന്തുണച്ചു എന്ന ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. ADGP അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ഹവാല ഇടപാടുമായിട്ടും ബന്ധമുള്ള ആളുകളുമായിട്ട് അടുപ്പമുണ്ട്, തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജിത് കുമാറിൻ്റെ ആരോപണങ്ങളെ സർവ്വതാ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. അതുകൂടാതെ ഒരു കാര്യം പറഞ്ഞു, അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ബാക്കി നടപടി സ്വീകരിക്കും. അത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ, റിപ്പോർട്ട് അജിത് കുമാറിനെതിരാണെങ്കിൽ അവിടെ പ്രശ്നം, റിപ്പോർട്ട് എതിരാണെങ്കിൽ നടപടി എടുക്കണം, റിപ്പോർട്ട് എതിരല്ലെങ്കിലും നടപടി എടുക്കണം. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചു വിടണം, ഇമ്മീഡിയറ്റായിട്ട് സസ്പെൻഡ് ചെയ്യണമെന്നുള്ള അൻവറിൻ്റെ ആവശ്യം. അത് ഗൗനിച്ചിട്ടില്ല, അതും പോട്ടെ. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ക്രുദ്ധനായി. മുഖ്യമന്ത്രിക്ക് കോപൻ വന്നു. ഈ കോപൻ എന്നുള്ളത് VKൻ്റെ ഒരു ശൈലിയാണ്. അതേ പറഞ്ഞു അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. അൻവറല്ല, വല്ല ആൾക്കാർ വരുന്ന പരാതി കൊടുത്താൽ പരിശോധിക്കേണ്ട ജോലിയല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ. പൊളിറ്റിക്കൽ സെക്രട്ടറി വളരെ സ്തുത്യർഹമായ രീതിയിൽ വളരെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ മാറ്റേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തൊടാൻ തയ്യാറില്ല, ADGPക്ക് പ്രൊമോഷൻ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി നിരാകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ കണ്ടത്. പൂരത്തിൻ്റെ കാര്യം പുള്ളി പറഞ്ഞു, പൂരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിപ്പോർട്ട് ഉടനെ വരും, റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരാരോപണവും അന്വേഷിക്കാനോ അതിൽ ഫലപ്രദമായ നടപടി എടുക്കാനോ സർക്കാർ തയ്യാറല്ല. ആരോപണങ്ങൾ ഉന്നയിച്ച പാവ അൻവർ, അദ്ദേഹത്തിൻ്റെ കാര്യം കഷ്ണത്തിലായി. ഇപ്പോൾ ലീഗുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ അൻവറിൻ്റെ താടിക്കിട്ട് തട്ടുണ്ട്. ഇതുവരെ സംശയം ചെയ്യുന്ന പാർട്ടിക്കാർ പോലും ഇദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത്ര ദിവസം പാർട്ടിക്കാർ കഴിച്ച് കാരണഭൂതൻ ഇതിനകത്ത് എന്താണ് കാര്യക്ഷമമായൊരു നടപടിയെടുക്കും, അൻവറിനെ വിളിച്ച് അഭിനന്ദിക്കും, പുള്ളിയെ AKG സെൻറ്ററിൽ വിളിച്ച് ആദരിക്കും എന്നൊക്കെയാണ്. അൻവർ ഈ കൃത്യമായ സമയത്ത് യുക്തമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ പോലീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു, ആഭ്യന്തര വകുപ്പിൻ്റെ വന്നുകൊണ്ടിരുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി, അങ്ങനെ തിരുത്താൻ ഉള്ള അവസരം നൽകി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ അനുമോദിക്കും, ആദരിക്കും, മിക്കവാറും പൊന്നാട അണിയിക്കും എന്നൊക്കെ വിചാരിച്ച് ഈ ക്യാപ്സൂൾ നിർമ്മാതാക്കളും അതുപോലെ തന്നെ ന്യായീകരണ തൊഴിലാളികളൊക്കെ സംശയിച്ച് നിൽക്കുകയായിരുന്നു. മാത്രവുമല്ല, ഈ ഇടതുപക്ഷക്കാരായിട്ട് അഭിനയിക്കുന്ന ചില പോപ്പുലർ ഫ്രണ്ടുകാരും അവരിൽ നിന്ന് പട്ടും വളയം വായിക്കുന്ന ചില മാധ്യമപ്രവർത്തകരും അൻവറിനെ മുൻകൂട്ടി സ്തുതിക്കാൻ തുടങ്ങി. RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് കേരള പോലീസിന്
നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. കേരള പോലീസിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണ് എന്നൊക്കെ എഴുതി വിട്ട ചില വലിയ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഇവരൊക്കെ എന്ത് ചെയ്യും? മുഖ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുമോ? അതോ ഈ മുഖ്യൻ പറഞ്ഞാൽ ശരി, അൻവർ പറഞ്ഞാൽ എല്ലാം ശരി എന്നൊക്കെ പറയൂ? നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കാത്തവരാണ് ഈ സാംസ്കാരിക നക്കികളും മാധ്യമ പ്രവർത്തകരും. അതുകൊണ്ട് അത്ഭുതത്തിന് അവകാശമില്ല. ഇന്നലെ വരെ അൻവർ പറഞ്ഞത് ശരിയായിരുന്നു, ഇന്ന് മുഖ്യൻ പറഞ്ഞതാണ് ശരി എന്ന് പറയാനും അവർക്ക് ഉളുപ്പൊന്നും ഉണ്ടാകുകയില്ല. എങ്കിലും അൻവറിനോട് ചെയ്തത് ശരിയായില്ല. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയായിരുന്നു അഭിപ്രായമെങ്കിൽ നേരത്തെ പറയായിരുന്നു. അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ പണ്ട് മുഖ്യം പറഞ്ഞ പോലെ നാവ് വാടകയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ പ്രശ്നം തീരാവുന്നുണ്ടായിരുന്നു. ഇത് ഈ പാവ അൻവറിനെ കൊണ്ട് പരമാവധി കാര്യങ്ങൾ പറയിപ്പിച്ചു, പരമാവധി ആരോപണങ്ങൾ ഉന്നയിപ്പിച്ചു. ഫോൺ റെക്കോർഡ് ചെയ്തത് തെറ്റായിപ്പോയി എന്നിവരും പറഞ്ഞു. ഇതൊക്കെ മുഖ്യമന്ത്രി നേരത്തെ പറയേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി ചെയ്തത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ മുഖ്യനിങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ്, അല്ലെങ്കിൽ മലപ്പുറം DC സെക്രട്ടറി വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പണ്ട് KT ജലീൽ ഇങ്ങനെ AR നഗർ കോപ്പറേറ്റീവ് ബാങ്കിനെതിരായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി അത്ര നിശ്ചിതമായിട്ടാണ് അൻവറിനെ അല്ലാതെ നമ്മുടെ ജലീലിനെ ഭീഷണിപ്പെടുത്തി ആ പരാതി പിൻവലിപ്പിച്ച്. അതേ മാതൃക ചെയ്താൽ മതിയായിരുന്നു. പാവം അൻവറിനോട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അൻവർ ഇപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് അൻവർ പത്രസമ്മേളനം നടത്തുകയാണ്. മുഖ്യമന്ത്രിയെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു, ADGP മഹാകള്ളനാണ്, അദ്ദേഹം ചെയ്തതെല്ലാം ശരിയാണ്, ഫോൺ റെക്കോർഡ് ചെയ്തത് ശരിയാണ്, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ചത് ശരിയാണ്, ബാക്കി ഭാഗങ്ങൾ കൂടി കേട്ടാൽ പോലീസിനെ കുറിച്ച് ജനങ്ങൾക്ക് ഭയങ്കര ചീത്താഭിപ്രായവും പോലീസിൻ്റെ മനോവീര്യം തകരെയല്ല, പോലീസിൻ്റെ മാനാഭിമാനം തന്നെ അപകടത്തിലാവും എന്നൊക്കെയാണ്. ഏതായാലും അൻവറിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണോ, ഇനി അൻവറിൻ്റെ വാക്ക് മുഖ്യൻ തെറ്റായിട്ട് ധരിച്ചാണോ, എന്തൊക്കെ സംഭവം എന്നറിയില്ല. കാര്യങ്ങൾ ഏതായാലും ജില്ലായിട്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രം ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. എന്നാലും അൻവറിനോട് ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി ആവർത്തിക്കും.